അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24 ബുധനാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണം. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ മറ്റ് 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 89 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അസമിലെയും ബീഹാറിലെയും 5 വീതവും, ഛത്തീസ്ഗഡിലെ 3, കർണാടകയിലെ 14, കേരളത്തിലെ 20, മധ്യപ്രദേശിലെ 7, മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും 8 വീതവും, രാജസ്ഥാനിലെ 13, പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട വോട്ടിംഗിൽ ജനവിധി എഴുതുക. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രധാനമന്ത്രി നിർത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ മുദ്ര പേറുന്നതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിനായിരുന്നു ഖാർഗെയുടെ മറുപടി. ചിലത് മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് ഞങ്ങൾ എവിടെയാണ് പറയുന്നതെന്നും എല്ലാവർക്കുമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഖാർഗെ പറഞ്ഞു. അദ്ദേഹത്തിന് സമൂഹത്തെ ഭിന്നിപ്പിക്കണമെന്നും അതിനാലാണ് നിരന്തരം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. പ്രകടന പത്രികയിലെ വിവരങ്ങൾ BJP തെറ്റായി പ്രചരിപ്പിക്കുന്നെന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ്. പ്രകടന പത്രികയിലെ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് കോൺഗ്രസിനെതിരെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി. സമൂഹത്തിൽ തുല്യമായ വികസനം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയാണ് ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് കോൺഗ്രസ് വീതിച്ചു കൊടുക്കുമെന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം CPM സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. സുപ്രീം കോടതി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ഹർജികൾ പരിഗണിക്കുമ്പോൾ CPM നേതാവ് വൃന്ദ കാരട്ടിന്റെ അഭിഭാഷകൻ വിഷയം കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് റിപ്പോർട്ട്. വിദ്വേഷ പ്രസംഗ വിഷയത്തിൽ മോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ വൃന്ദ കാരട്ട് പരാതി നൽകിയിരുന്നെങ്കിലും ആ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇക്കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ വിവിധ ക്രിസ്തീയ സഭകളുടെ തലവന്മാരെയും മറ്റ് ബിഷപ്പുമാരെയും കാണാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇന്ന് കേരളത്തിലെത്തുന്നു. കൊച്ചിയിൽ കർദിനാൾ മാർ റാഫേൽ തട്ടേലുമായി ഇന്ന് ആദ്യ കൂടിക്കാഴ്ച. പിന്നീട് ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ തിരുവനന്തപുരത്ത് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെയും അദ്ദേഹം കാണും. PV അൻവറിന്റേത് നിലവാരമില്ലാത്ത പ്രസ്താവനയാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പരാമർശമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രി പറയിപ്പിച്ചത് ഗാന്ധി കുടുംബത്തോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ പരിഹസിച്ചു. ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 26 അന്നേ ദിവസം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധിയാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ചെന്നൈ മെയിലിൽ വനിതാ TTEക്ക് നേരെ കയ്യേറ്റ ശ്രമം. കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു അതിക്രമം. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കായംകുളം RPFന് കൈമാറി. വളരെ ലാഘവത്തോടെയാണ് റെയിൽവേ പോലീസ് പെരുമാറിയതെന്ന് TTE ആരോപിച്ചു. ട്രെയിനിൽ കൂടെ വരാൻ പോലും അവർ തയ്യാറായില്ലെന്നും വനിതാ TTE കുറ്റപ്പെടുത്തി. ഷാഫി പറമ്പലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ സൈബർ അധിക്ഷേപം ചൂണ്ടിക്കാട്ടി വക്കീൽ നോട്ടീസ് അയച്ചു. UDF പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന വ്യാജ വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അശ്ലീല കമന്റുകളും പിൻവലിച്ച് ഷാഫി മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുമെന്നും KK ശൈലജ പറഞ്ഞു. KK ശൈലജയ്ക്കും MV ഗോവിന്ദനുമെതിരെ DGPക്ക് പരാതി നൽകി വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വ്യാജ വീഡിയോയുടെ പേരിൽ പ്രചരണം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ പറയുന്നു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഉടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ഭിന്നിപ്പിന്റെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാജ്യം ഭിന്നിക്കാതെ നിലനിൽക്കണമെന്നും അതിനാൽ ഭരണരാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ പക്വതയോടെ വാക്കുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുന്നത് അങ്ങേയറ്റം തെറ്റായ നടപടിയാണെന്നും കാന്തപുരം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ശോഭാ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരെ BJPയിലെത്തിക്കാൻ ശോഭയെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചുവെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. എന്നാൽ നീക്കം പാളിയെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശോഭ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നും വിവരങ്ങളെല്ലാം തനിക്കറിയാമെന്നും നന്ദകുമാർ ആരോപിച്ചു. ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു CPM നേതാവിനെ BJPയിൽ ചേർക്കാൻ വേണ്ടി തങ്ങളുടെ BJP ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദല്ലാൽ നന്ദകുമാറെന്നും കോടികളാണ് ദില്ലിയിലെ നേതാക്കളോട് CPM നേതാവിനെ എത്തിക്കാൻ ദല്ലാൽ ചോദിച്ചതെന്നും ശോഭ പറഞ്ഞു. ഭൂമിയിടപാടിന്റെ അഡ്വാൻസായാണ് 10 ലക്ഷം രൂപ താൻ വാങ്ങിയതെന്നും ശോഭ വിശദീകരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ തന്ത ചമയാൻ പിണറായി വിജയൻ നിൽക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. BJPയേക്കാൾ വലിയ ഭീതിയാണ് പിണറായി വിജയൻ സൃഷ്ടിക്കുന്നത്. കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് PV താനല്ല എന്നാണ് പിണറായി പറഞ്ഞതെന്നും എന്നാൽ വീണ തന്റെ മകളല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും ഷാജി പറഞ്ഞു. വീണയ്ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടോയെന്നും ഷാജി ചോദിച്ചു. അധികം വൈകാതെ വീണയെ അറസ്റ്റ് ചെയ്യുമെന്നും അപ്പോൾ ഞഞ്ഞാപിഞ്ഞ ന്യായം പറയരുതെന്നും ഷാജി കൂട്ടിച്ചേർത്തു. കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് S. അനീഷ്യ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ പരവൂർ കോടതിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ P. അബ്ദുൽ ജലീലിനെയും APP ശ്യാംകൃഷ്ണയെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പരവൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കളമശ്ശേരി സ്ഫോടന കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തമ്മനം സ്വദേശി മാർട്ടിൻ ഡൊമിനിക്കാണ് കേസിലെ ഏക പ്രതി. കഴിഞ്ഞ ഒക്ടോബർ 29 കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ യഹോവായ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ 8 പേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്നത്. പൊള്ളലേറ്റാണ് 8 പേരും മരിച്ചത്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ICU പീഡന കേസിലെ അതിജീവിത സമരം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലെ റോഡിലേക്ക് നീട്ടി. റിപ്പോർട്ട് കിട്ടും വരെ സമരം തുടരാനാണ് തീരുമാനം. സംഭവത്തിൽ ഉത്തരമേഖല IG കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദീകരണം തേടി. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതിക്കെതിരായ കേസിൽ അന്വേഷണ റിപ്പോർട്ട് 5 മാസത്തിലേറെയായിട്ടും അതിജീവിതയ്ക്ക് കൈമാറാത്തതിൽ 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷണർക്ക് IG നിർദ്ദേശം നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ PV അൻവറിനെതിരെ കോൺഗ്രസ് പരാതി നൽകി. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശത്തിൽ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് കോൺഗ്രസ് പരാതി നൽകിയത്. കോൺഗ്രസ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റാണ് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അടൂർ പോലീസിൽ പരാതി ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ആബിദ് ഷഹീമാണ് പരാതിക്കാരൻ. കോൺഗ്രസ് ആദ്യ പരിഗണന നൽകുന്നത് മുസ്ലിങ്ങൾക്കാണെന്നാണ് മോദി രാജസ്ഥാനിലെ റാലിയിൽ പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാലുണ്ടാകാവുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെട്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അനിശ്ചിതത്വം നീക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. മോചനദ്രവ്യം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സം നീക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ അറിയിച്ചു. പണം ഉടൻ കൈമാറാനുള്ള സംവിധാനം ഒരുക്കും എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഉത്സവ നടത്തിപ്പിൽ പോലീസിന്റെ ഇടപെടലിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. തൃശൂർ പൂരത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളിൽ ഗൌരവപൂർണമായ അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി CPM കള്ളവോട്ടിന് ശ്രമിക്കുന്നുവെന്ന ആന്റോ ആന്റണിയുടെ ആരോപണം പരാജയഭീതി മൂലമെന്ന് ഡോക്ടർ തോമസ് ഐസക്. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കട്ടെ. പത്തനംതിട്ടയിൽ തോൽക്കുമെന്ന് ഉറപ്പായതോടെയാണ് ആന്റോ ആന്റണി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും 50,000 വോട്ടിന് പത്തനംതിട്ടയിൽ താൻ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ, സർവീസ് പെൻഷൻ, ശമ്പള കുടിശ്ശികകൾ മുഴുവൻ കൊടുത്തു തീർക്കണമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം ഇനി പണം അനുവദിക്കുമ്പോൾ പെൻഷൻ, ശമ്പളം തുടങ്ങിയ കുടിശ്ശികകൾ ആദ്യം കൊടുത്തു തീർക്കണമെന്ന് നിബന്ധന വെക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കത്ത് നൽകി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് റെയിൽവേ കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. ബാംഗ്ലൂരു SMVT സ്റ്റേഷനിൽ നിന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുക. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് കരുവന്നൂർ കേസിൽ വീണ്ടും EDയുടെ സമൻസ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച സമൻസുകളിൽ വർഗീസ് ഹാജരായിരുന്നില്ല. 6ാം തവണയാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മദ്യനിരോധനം. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ സംസ്ഥാനത്തെ എല്ലാ മദ്യവിൽപ്പനശാലകളും 2 ദിവസത്തേക്ക് അടച്ചിടും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് അടച്ചിടുന്ന മദ്യവിൽപ്പനശാലകൾ 26-ന് വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. ഫലമറിയുന്ന ജൂൺ 4-നും സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല. ലൈംഗിക അതിക്രമ പരാതിയിൽ ചെന്നൈയിലെ കലാക്ഷേത്രയിൽ മലയാളി അധ്യാപകൻ അറസ്റ്റിലായി. കലാക്ഷേത്രയിലെ അധ്യാപകൻ ഷിജിത് കൃഷ്ണ ആണ് അറസ്റ്റിലായത്. 2007 കലാക്ഷേത്രയിൽ പഠിച്ച വിദേശത്തുള്ള യുവതി ഓൺലൈൻ വഴിയാണ് ഹൈക്കോടതിക്ക് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയ പോലീസ് അധ്യാപകനെ പിടികൂടുകയായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയ രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പാക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു യോഗി. സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംബാനിയെ കാണാതായതായി റിപ്പോർട്ട്. ഇദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പേ BJP സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു. BJPയുടെ മുകേഷ് ദലാലിനെ വിജയിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കുംബാനിയുടെ തിരോധാനം. ബസ്സുകളിൽ സീറ്റുറപ്പിക്കാൻ തൂവാലയിട്ട് സീറ്റ് പിടിക്കുന്നത് പോലെ രാഹുൽ അമേഠി സീറ്റ് പിടിക്കേണ്ടി വരുമെന്ന് സ്മൃതി ഇറാനി പരിഹസിച്ചു. 15 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയാത്തത് താൻ 5 വർഷം കൊണ്ട് ചെയ്തെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 6 വിക്കറ്റിന്റെ ആവേശജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 60 പന്തിൽ പുറത്താകാതെ 108 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന്റെയും 27 പന്തിൽ 66 റൺസ് എടുത്ത ശിവൻ ദുബൈയുടെയും കരുത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എടുത്തു. കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 63 പന്തിൽ പുറത്താകാതെ 124 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോയിനിസിന്റെ കരുത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.